ഹാ നമുക്ക് ഐദ മുൽസഖൻ ലിഹഫ്ലതി ബിമുനാസബതി യൗമിൽ ഖിറാഅ ബിമുസാഅദത്തി നുഖാത്ത് ല്ലേ. നമുക്ക് താഴെ ചില പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് വെച്ച് നമുക്ക് എന്താക്കാം, ഒരു പോസ്റ്റർ ഉണ്ടാക്കി കൂടെ എന്നാ ചോദിക്കുന്നത് അല്ലെ. ഒരു പോസ്റ്റർ ഉണ്ടായിക്കൂടെ അല്ലെ. എന്തൊക്കെയാണ് പോയിന്റ്സ് ഉള്ളത്? ഒന്ന് മക്കാൻ കൊടുത്തിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ എക്സാമിന് മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം അല്ലേ, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുക. ആദ്യം മക്കാൻ അല്ലെ, നമുക്ക് അതിൽ നമ്മൾ സ്ഥലം കൊടുക്കുക പോസ്റ്ററിൽ. പിന്നെയോ താരീഖ് ഡേറ്റ് കൊടുക്കുക, സമയം കൊടുക്കുക, അതിഥികൾ ആരാന്ന് കൊടുക്കുക, ഇതിൽ എന്താ പരിപാടി എന്ന് വെച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കുക അല്ലെ. സിമ്പിൾ അല്ലേ. ഏത് പരിപാടിയാ? യൗമുൽ ഖിറാഅ അല്ലെ. യൗമുൽ ഖിറാഅയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടത്തുക അല്ലെ. അപ്പൊ എന്ത് ചെയ്താ, നമുക്ക് ആദ്യം പോസ്റ്ററിന് ഒരു ബോക്സ് വരക്കുക അല്ലെ. എന്നിട്ടോ മക്കാൻ കൊടുക്കുക, എവിടെയെങ്കിലും മക്കാൻ സ്ഥലം കൊടുക്കുക, പിന്നെ ഡേറ്റ് കൊടുക്കുക അല്ലെ, സമയവും ഇങ്ങനെ കൊടുക്കുക അല്ലെ. പിന്നെയോ അതിഥികൾ ആരാന്ന് കൊടുക്കുക. അതില് യൗമുൽ ഖിറാഅയുമായി ബന്ധപ്പെട്ട് എന്തേലൊക്കെ എഴുതി വെച്ചാൽ ഈ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ബോക്സ് അല്ലെ. നമ്മൾ ശ്രദ്ധിക്കണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, പോസ്റ്റർ എന്ന് പറയുമ്പോൾ അതിനൊരു ശൈലിയില്ലേ. അപ്പൊ ആദ്യം നമ്മൾ നിർബന്ധമായിട്ട് ഒരു ബോക്സ് വരക്കണം അല്ലെ. എന്നിട്ട് എന്തായാലും ഈ 4 പോയിന്റ്സും ഇതിൽ ഉൾപ്പെടുത്തുക. മക്കാൻ ഉൾപ്പെടുത്തുക, താരീഖ് ഉൾപ്പെടുത്തുക, ടൈം ഉൾപ്പെടുത്തുക, അതിഥി ആരാന്ന് ഉൾപ്പെടുത്തുക. എന്നിട്ട് യൗമുൽ ഖിറാഅയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണെന്ന് അറിയിക്കുക. എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും അല്ലെ. നമ്മുടെ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി. നമ്മുടെ ഈ 4 സാധനവും ഉൾപ്പെടുത്തിയാൽ മതി. മക്കാന്, താരീഖ്, വക്ത്, ളുയൂഫ് അല്ലെ. പിന്നെ നമ്മുടെ യൗമുൽ ഖിറാഅയാണെന്നും കൂടിയും എഴുതി അറിയിച്ചാൽ മതി. എന്നാൽ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് നേടാം അല്ലെ. മുൽസഖ് എന്താന്ന് ആദ്യം മനസ്സിലാവണം അല്ലെ. മുൽസഖ് എന്താ നമ്മൾ പറഞ്ഞില്ലേ, മുൽസഖ് എന്ന് പറഞ്ഞാൽ പോസ്റ്റർ അല്ലെ. ഓക്കെ, നേരത്തെ നമുക്ക് വന്ന അതേപോലത്തെ മറ്റൊരു ചോദ്യമാണ്. ഒന്ന് അൽ ജാലിസത്ത് അല്ലെ. ജാലിസത്തിന്റെ അല്ലെ നമ്മൾ നോക്കിയേ എന്തൊക്കെയാ ഉള്ളത്. ആദ്യം അൽ കാദിമത്ത് എന്നുണ്ട് അല്ലെ. കാദിമത്തിന്റെ ജംഅ വരുന്നത് കാദിമാത്ത്, കാത്തിബിന്റെ ജംഅ വരുന്നത് കാത്തിബൂന അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത എന്താ ഉണ്ടാവുക? അടുത്ത അൽ ജാലിസത്ത് അല്ലെ. അൽ ജാലിസത്തിന്റെ ജംഅ വരിക എന്താ? ജാലിസത്തിന്റെ ജംഅ എന്താ വരിക? ജാലിസാത്ത്. എന്താ വരിക? ജാലിസത്തിന്റെ ജംഅ ജാലിസാത്ത്. ഓക്കെ, പിന്നെയോ ദാരിസൂന, അതിന്റെ മുഫ്രദാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അല്ലെ. എന്താണ് ദാരിസൂനയുടെ മുഫ്രദ് വരിക? അദ്ദാരിസ് അല്ലെ. ഓക്കെ, അദ്ദാരിസ്. പിന്നെയോ പിന്നെ എന്താ ഉള്ളത് പറഞ്ഞേ? പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഇവിടെ ഖിദ്മാത്ത് ഉണ്ട് അല്ലെ. ഖിദ്മാത്തിന്റെ മുഫ്രദ് നമ്മൾ ഇവിടെ എഴുതണം. എന്താ മുഫ്രദ് ഉണ്ടാവുക? അൽ ഖിദ്മത്ത് അല്ലെ. അൽ ഖിദ്മത്ത്, അൽ ഖിദ്മത്ത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ജാലിസിന്റെ ജം നമ്മൾ ഇവിടെ എഴുതണം. എന്താ ഉണ്ടാവുക? ജാലിസിന്റെ ജം അൽ ജാലിസൂന അല്ലെ. അൽ ജാലിസൂന അല്ലെ. ഇനി അൽ മുദരിസാത്തിന്റെ മുഫ്രദ് എന്താ വരിക? അൽ മുദരിസാത്തിന്റെ മുഫ്രദ് അതൽ അൽ മുദരിസത്ത്, അൽ മുദരിസത്ത് അല്ലെ. അൽ മുസ്ലിമിന്റെ ജംഅ അൽ മുസ്ലിമൂന അല്ലെ. അൽ മുസ്ലിമൂന. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. അടിയിൽ ചില നമുക്ക് എടുത്ത് എഴുതാൻ, നമ്മുടെ ഈ എക്സാമിന് പറഞ്ഞതാണ് ഇങ്ങനെ എടുത്ത് എഴുതാന്. അടിയിലുണ്ട് ഇഖ്തർ മിനൽ ആത്തിയ മാ യുവാഫിഖു സിറൻ നജാഹ് അല്ലെ. വിജയത്തിന്റെ രഹസ്യത്തിന് യോജിച്ച ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ്? ഇവിടെ നോക്കിയേ, എത്ര ഉണ്ട്? 1 2 3 4 5 6 കാര്യമുണ്ട്. അത് അതിൽ ഏതൊക്കെയാണ് സിറുൻ നജാഹിന് യോജിച്ചത് അല്ലെ. ഏതൊക്കെയാണ് സിറുൻ നജാഹിന് യോജിച്ചത്? യോജിക്കാത്തതുമുണ്ട്, ഏതൊക്കെയോ ഉണ്ട്. അപ്പൊ നമ്മൾ യോജിച്ചത് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയേണ്ടത് അല്ലെ. സിറുൻ നജാഹിന് യോജിച്ചത് ഏതൊക്കെയാന്ന് എല്ലാവരും പറഞ്ഞേ, നമുക്ക് നോട്ട് ചെയ്യാലോ. ഏതൊക്കെയാണ് യോജിച്ചത് പറഞ്ഞേ. ഒന്നാമത്തെ ആശയം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പറയണേ. ഒന്നാമത്തെ അൽ ഹുസ്നു അലൽ ഫസ്ൽ അല്ലെ. നമ്മൾ പരാജയത്തിന്റെ മേലെ ദുഃഖിക്കുക. അത് സിറുൻ നജാഹിന് യോജിച്ചതല്ലേ? ആണോ? ഒരിക്കലും അല്ല അല്ലെ. നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില് ദുഃഖിക്കുക, അത് സിറുൻ നജാഹിന് യോജിച്ചാണോ? ഒരിക്കലും അല്ല അല്ലെ. അപ്പൊ അതെന്തല്ല, സിറുൻ നജാഹിന് യോജിച്ചതല്ല. അടുത്ത് അൽ മുഹാവലത്തുൽ മുസ്തമിറ അല്ലെ. എന്താണ്? തുടർച്ചയായ പരിശ്രമങ്ങൾ. എന്താണ്? സിറുൻ നജാഹ് അല്ലേ അല്ലെ. നമ്മുടെ വിജയത്തിന്റെ രഹസ്യമാണ് എന്ത്? മുഹാവലത്തുൽ മുസ്തമിറ. പിന്നെ അടുത്തതോ സിഖ്ഖത്തു ബിൻ നഫ്സ്, കോൺഫിഡൻസ് അല്ലെ, ആത്മവിശ്വാസം അല്ലെ. സ്വമനസ്സിന് നമ്മുടെ തന്നെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക അല്ലെ. എന്താണ്? സിറുൻ നജാഹിന്റെ ഇതാണല്ലോ. എന്താണ്? സിറുൻ നജാഹിനോട് യോജിച്ചതല്ലേ. ഓക്കെ, അടുത്തതോ തഅസീസുൽ മഖ്ദൂറാത്ത് അല്ലെ. കഴിവുകളെ കൂടുതൽ പ്രശോഭിപ്പിക്കുക അല്ലെ. കഴിവുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുക, കഴിവുകളെ കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുക അല്ലെ. കൂടുതൽ നമ്മുടെ ഉള്ള കഴിവുകളെ കൂടുതൽ ഉഷാറാക്കുക അല്ലെ. അതാണ് സിറുൻ നജാഹിന് യോജിച്ചതാണ് അല്ലെ. പിന്നെയോ അത്തഗല്ലുബു അലൽ ദുഅഫ് അല്ലെ. നമുക്കുള്ള ബലഹീനതകളെയൊക്കെ നമ്മൾ എന്താവുക? അതിജയിക്കുക. ആര് ചെയ്ത പോലെ? നമ്മുടെ ഈരാസിംഗാൽ ചെയ്തതുപോലെ അല്ലെ. വലിയ രോഗങ്ങൾ ഉണ്ടായിട്ട്, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട്, ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് അതിനെയൊക്കെ, അത്തരം പ്രശ്നങ്ങളെയൊക്കെ അതിജയിച്ചവരാണ് ആര്? ഈരാസിംഗാലിനെ പോലുള്ള അല്ലെ. എന്നിട്ട് വലിയ IAS റാങ്ക് ഹോൾഡർ ആയില്ലേ.
അപ്പൊ അത്തഗല്ലുബ് അലൽ ദുഅഫ് ല്ലേ, സിർറു നജാഹ് വിജയത്തിന്റെ രഹസ്യമാണ്. അൽ കസ്ലു വന്നൗമ് എന്താണിത്? വിജയത്തിന്റെ രഹസ്യമാണോ? തേങ്ങയാണ് ല്ലേ. വിജയത്തിന്റെ രഹസ്യമാണോ? അൽ കസ്ലു വന്നൗമ് എന്ന് പറഞ്ഞാൽ മടിയും ഉറക്കും ല്ലേ. നമ്മുടെ പരാജയത്തിന്റെ രഹസ്യമാണ് അത് ല്ലേ, മടി ഉണ്ടാവലും ഉറങ്ങലും ല്ലേ, നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തി ഉറങ്ങുക അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വിജയത്തിന്റെ രഹസ്യങ്ങൾ? പറഞ്ഞ എന്തൊക്കെയാണ് വിജയത്തിന്റെ രഹസ്യങ്ങൾ? ഒന്ന് അൽ മുഹാവലത്തുൽ മുസ്തമിറ തുടർച്ചയായ പരിശ്രമങ്ങൾ, സിക്കത്തു ബിൻ നഫ്സ് കോൺഫിഡൻസ്, തഅസീസുൽ മഖ്ദുറാത്ത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, പിന്നെയോ അത്തഗല്ലുബ് അലൽ ദുഅഫ് ല്ലേ, ബലഹീനതയെ അതിജയിക്കുക ല്ലേ. അപ്പൊ അൽ ഹുസ്നു അൽ ഫസ്ലും ഇല്ല, അൽ കസ്ലു വൻ നൗമും ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ.